ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് എക്സലിലെ ഒരു വളരെ പ്രയോജനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു സർട്ടൺ റോയിലുള്ള അല്ല കോളത്തിലുള്ള ഒരു പർട്ടിക്കുലർ ഐറ്റം അതിൻ്റെ കൗണ്ട് എത്ര നമ്മൾ കണ്ടുപിടിക്കുക. അതിനുള്ളൊരു ഫോർമുലയാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമുല എന്ന് വെച്ചാൽ കൗണ്ട് ഇഫ്. ഞാനിവിടെ ടൈപ്പ് കാണിക്കാം. യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് വെച്ചാൽ കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ്. കൗണ്ട് ഇഫ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ഈ ടേബിൾ ഉണ്ടല്ലേ, കുറേ പേരെ പേരുണ്ട്. നെയിം, അരുൺ, പ്രമോദ്, സുനിൽ, അങ്ങനെ കുറേ പേരുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ ഓരോ ഗ്രേഡും ഉണ്ട്. എ ബി സി ഡി അങ്ങനെ പറഞ്ഞ പല ഗ്രേഡുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളോട് പറയുക, ഇതിൻ്റെ അകത്ത് എത്ര പേർക്ക് എ ഉണ്ട്, എത്ര ബി ഗ്രേഡ് ഉണ്ട്, എത്ര സി ഗ്രേഡ് ഉണ്ട്, എത്ര ഡി ഗ്രേഡ് ഉണ്ട്. അതിൻ്റെ ഒരു കൗണ്ട് കാണാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മളോട് പഠിക്കാൻ പോകുന്നത്. അത് ഞാൻ നമ്മൾ കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അതേ പറഞ്ഞത്. ഇതൊരു ചെറിയ ടേബിളാണ്. സാധാരണ ഇതൊക്കെ കൗണ്ട് ഇഫ് ഒക്കെ വെച്ചാൽ വലിയ ടേബിളിലൊക്കെ യൂസ് ചെയ്യുന്നത്. 3000 4000 ഡാറ്റ ഉള്ളതിൻ്റെ അകത്തൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയതിൻ്റെ അകത്ത് ഞാൻ സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നീട് ഞാൻ അഡ്വാൻസ്ഡ് ഇതിലേക്ക് പോകുമ്പോൾ നമുക്കത് വലിയ ടേബിളിലേക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ കുഞ്ഞ് നമുക്ക് ഏതൊക്കെ ഗ്രേഡ് ഉണ്ട്? എ ബി സി ഡി. ഓക്കെ, ഇപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട് ഇതിൻ്റെ കൗണ്ട് ഇഫിനെ യൂസ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡിൽ കൂടി ഞാൻ പറഞ്ഞുതരാം. മെത്തേഡ് 1, മെത്തേഡ് 2. ഓക്കെ, അപ്പോൾ കൗണ്ട് ഇഫ് യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ കൗണ്ട് ഇഫിനുള്ള സിൻടാക്സ് ഉണ്ട്. ആദ്യം ഈക്വൽ സൈൻ. ഓക്കെ, ഈക്വൽ ടു കൗണ്ട് ഇഫ്. ഓക്കെ, എന്നിട്ടൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഇനി നമ്മൾ കൗണ്ട് ഇഫ് കഴിഞ്ഞിട്ട് റേഞ്ച് സെലക്ട് ചെയ്യണം. അപ്പം ഏത് റേഞ്ചിലുള്ള ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ എന്നുള്ള കോളത്തിന് താഴെയുള്ള റേഞ്ചാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇതല്ല നമ്മുടെ റേഞ്ച്. ഓക്കെ, കൗണ്ട് ഇഫ് ദിസ് റേഞ്ച് ഈക്വൽ ടു, അതിന് കോമ ഇടുക. എന്നിട്ട് കോമ ഇട്ട് നമ്മളെ ക്രൈറ്റീരിയ പറയുക. ഈ റേഞ്ചിൽ നമ്മുടെ ക്രൈറ്റീരിയ എന്താണ്? ഗ്രേഡ് എ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇവിടെ നമ്മൾ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ എ കൊണ്ടുവന്ന് കെർസർ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ അഡ്രസ്സ് എടുക്കുക, G2, എന്നിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് 4 ഇതാണ് എ ഗ്രേഡിൽ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4. ഇപ്പോൾ 4 ആണ് എ ഉള്ളത്. ഇനിയും അടുത്ത് തന്നെ കണ്ടുപിടിക്കുന്നതിൽ സെയിം തന്നെ കൗണ്ട് നമുക്കിതിന് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ഫോർമുല താഴോട്ട് വരും. താഴോട്ട് ഡ്രാഗ് ചെയ്യാണ്ടോ, സെയിം ഫോർമുല താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം ബി എത്ര പ്രാവശ്യം വന്നു? 3 പ്രാവശ്യം. 1 2 3. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. സി 2 പ്രാവശ്യം എന്ന് പറയുന്നത്. 1 2. പിന്നെ ഡി 2 പ്രാവശ്യം. 1 2. ഓക്കെ, ഇതാണ് ഈ മെത്തേഡ്. ഇത് സെല്ലിൽ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുത്താണ് നമ്മൾ എ എന്നുള്ള എവിടെ കിടക്കുന്ന ആ സെല്ലിൻ്റെ അഡ്രസ്സ് G2 അല്ലെങ്കിൽ G3 അത് കൊടുത്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇനി ഡയറക്റ്റ് ആ വാല്യൂവിനെ എൻ്റർ ചെയ്ത് നമുക്ക് കൗണ്ട് ഇഫിലൂടെ കണ്ടുപിടിക്കാം. അതൊന്ന് കാണിച്ചു തരാം. ഈക്വൽ ടു കൗണ്ട് ഇഫ്, റേഞ്ച് സെലക്ട് ചെയ്യുക. ഇനിയും നമുക്കെന്താ വേണ്ടിയത്? എ വേണം. എ എന്നുള്ള ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു കോട്ട് ഇടുക, എ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. കണ്ടോ, അങ്ങനെ എൻ്റർ ചെയ്താലും നമുക്ക് വാല്യൂ കിട്ടും.
കണ്ടോ, ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചാൽ എ എന്നുള്ള ഡയറക്റ്റ് എൻ്റർ ചെയ്തു, എ ആണ് വേണ്ടിയെന്നുള്ളത്. ഇവിടെ നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ എ കിടക്കുന്ന എ എന്നുള്ള ഇത് കിടക്കുന്ന സെൽ വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് G2 എന്തുവാ എ, അപ്പം G2 എന്താ കിടക്കുന്നത് എ. അപ്പോൾ അത് തന്നെ ഇവിടെ റീഡ് ചെയ്യുക. അതേ സെയിം തന്നെ രണ്ടും ഒരേ തന്നെയാണ്. സാറിന് ഇങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. ഇവിടെ നമ്മൾ മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഈ മെത്തേഡ് 2. അപ്പോൾ അത് ഇതോടെ ട്രാക്ക് ചെയ്താൽ മതി, എല്ലാ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മെത്തേഡും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ എക്സൽ ട്യൂട്ടോറിയലിലെ ചെറിയൊരു ടിപ്പ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഞാൻ പുതിയ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഏരിയയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടം വരെ ബൈ ബൈ, സ്റ്റേ സേഫ്, ഗുഡ് നൈറ്റ്.